ഇന്ന് പ്രോഗ്രാം നടപടികൾ നിയന്ത്രിക്കുന്നത് IMCAയുടെ സ്പിരിച്വൽ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ജിമ്മി ജോർജ് സാറാണ്. നൗ ഓവർ ടു ശ്രീ ജിമ്മി ജോർജ്, പ്ലീസ്. ത്രിയേക ദൈവത്തിന് സ്തുതി. പ്രാർത്ഥനാ വാരത്തിന്റെ 3-ാം ദിവസമായ ഇന്ന് നമുക്ക് ഏവർക്കും ഇതില് പങ്കാളികളാകാൻ വലിയവനായ ദൈവം നമ്മെ സഹായിച്ചു. ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങൾ വ്യാപരിച്ച ദൈവകൃപയ്ക്കായിട്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇപ്പോൾ അംഗങ്ങൾ ചേർന്ന് പ്രാർത്ഥനാ ഗാനം ആലപിക്കുന്നതാണ്.
ശ്രീമതി സൂസൻ മാത്യൂസ് പ്രാരംഭ പ്രാർത്ഥന നിർവഹിക്കുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. അഖിലാണ്ടത്തിന്റെ സൃഷ്ടാവും പരിപാലകനുമായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവാൻ ദൈവമേ, ഈ നല്ല ദിവസത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. ദൈവമേ കർത്താവെ, ഈ COVID-19 എന്ന പകർച്ചവ്യാധിയുടെ ഭീതിയിലെ ലോകം മുഴുവനും ഭീതിയിലായിരിക്കുമ്പോൾ കർത്താവെ, ഈ വർഷവും ദൈവമേ ഞങ്ങളുടെ വീക്ക് ഓഫ് പ്രയർ കർത്താവെ ഈ വെർച്വൽ മീറ്റിംഗ് ആയിട്ട് നടത്തുവാൻ നീ സഹായിച്ച കൃപയ്ക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവെ. എല്ലാം നിന്റെ കൃപയൊന്ന് മാത്രമാകുന്നല്ലോ കർത്താവെ. കഴിഞ്ഞ 2 ദിവസവും ദൈവമേ അനുഗ്രഹമായി കർത്താവെ ഞങ്ങളുടെ മീറ്റിംഗ് നടത്തുവാൻ നീ സഹായിച്ചതിനായിട്ട് നിന്നെ സ്തുതിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ കൂടിവരവൊക്കെയും കർത്താവെ ഞങ്ങൾക്ക് അനുഗ്രഹത്തിനാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ YWCA YMCA ആയിട്ട് ഒരുമിച്ച് ചെയ്യുന്ന ഈ കർത്താവെ ദൈവമേ ഈ പ്രാർത്ഥനാ യോഗം ദൈവമേ അത് കർത്താവെ ദൈവമേ കൂടി വരുന്നവർക്കൊക്കെ അനുഗ്രഹത്തിനും സമൂഹത്തിനും അനുഗ്രഹത്തിനാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ ഞങ്ങളെ ഓരോരുത്തരെയും നീ കൂട്ടിച്ചേർത്തതാണല്ലോ കർത്താവെ. ദൈവമേ ഞങ്ങൾ കർത്താവെ YMCA ആയിട്ടും YWCA ആയിട്ടും കർത്താവെ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഒരു ചെറിയ 12 പേർ കൂടി പ്രാർത്ഥിച്ച് ഒരു ചെറിയ സംഘടനയായിട്ട് തുടങ്ങിയ YMCA കർത്താവെ വളർന്ന് പന്തലിച്ച് ലോകമെമ്പാടും കർത്താവെ ദൈവമേ 5 കോടിയോളം ജനങ്ങൾ കർത്താവെ അംഗങ്ങളായി തീർന്നിരിക്കുന്നു. അതുപോലെ തന്നെ YWCA ഒരു ചെറിയ കർത്താവെ പ്രസ്ഥാനമായിട്ട് തുടങ്ങി കർത്താവെ അതും കർത്താവെ വളർന്ന സ്ത്രീകളാവുന്ന ഞങ്ങളാലാവുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ഞങ്ങൾ കൂടി വന്നു കർത്താവെ. അതും ദൈവമേ വലിയ സംഘടനയായി തീരുവാൻ നീ സഹായിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ദൈവമേ ലോകമെമ്പാടും ദൈവമേ ഈ കർത്താവെ വീക്ക് ഓഫ് പ്രയർ കർത്താവെ ദൈവമേ ആരാധക വീക്ക് ഓഫ് പ്രയർ കൊണ്ടാടുമ്പോൾ കർത്താവെ അതൊക്കെയും ദൈവമേ കർത്താവെ കൂടി വരുന്നവരുടെ കർത്താവെ രൂപാന്തരത്തിനാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ ഒന്ന് തിരിഞ്ഞു നോക്കുവാന് കഴിഞ്ഞ ഒരു വർഷക്കാലം ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളെ കൊണ്ട് കർത്താവെ ദൈവമേ സമൂഹത്തിന് എന്ത് പ്രയോജനമായി എന്ന് തിരിഞ്ഞു നോക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ ഞങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും ഓർക്കാതെ നീ ഞങ്ങളെ സ്നേഹിക്കുന്നതിനായിട്ട് സ്തോത്രം ദൈവമേ. ഇപ്പോൾ ദൈവമേ മനുഷ്യനെയൊക്കെയും ദൈവമേ എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ കർത്താവെ കൊറോണ വൈറസിന്റെ പിടിയിലായിരിക്കുന്നു കർത്താവെ. അതിനെ മാറ്റുവാൻ ഞങ്ങളുടെ കണ്ടുപിടുത്തങ്ങളോ ഞങ്ങളുടെ ശക്തിയോ കഴിവോ ഒന്നും സാധ്യമല്ലല്ലോ കർത്താവെ. ദൈവമേ വലിയവരായ ദൈവം അവിടെ പ്രവർത്തിച്ചല്ലാതെ ഞങ്ങളെ ഇതിൽ നിന്ന് വിടുവിക്കാൻ സാധ്യമല്ലല്ലോ കർത്താവെ. ദൈവമേ ഞങ്ങളൊക്കെയും ദൈവമേ ജനമൊക്കെയും നിങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ നിന്റെ പാപങ്ങൾ ഏറ്റു പറഞ്ഞാല് അവിടുന്ന് ഞങ്ങളെ ഈ കഷ്ടത്തിൽ നിന്ന് വിടിയിക്കുമെന്ന് കർത്താവെ ഞങ്ങൾക്ക് വാഗ്ദത്തം നീ തന്നിട്ടുള്ള ദൈവമാണല്ലോ കർത്താവെ. ദൈവമേ അവിടുന്ന് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എത്രയോ പേര് ദൈവമേ കർത്താവെ COVID-19 മുതൽ മരിച്ചു ഈ ലോകത്തിൽ നീക്കപ്പെട്ടു. എത്രയോ പേര് ഹോസ്പിറ്റലായിരിക്കുന്നു. എത്രയോ പേര് കർത്താവെ ദൈവമേ ക്വാറന്റൈനിലായിരിക്കുന്നു കർത്താവെ. ദൈവമേ ആരും നിരാശപ്പെട്ടു പോകുവാൻ ഇടയാക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ നിന്നിൽ വിശ്വസിച്ചുകൊണ്ട് വലിയവനായ ദൈവം കർത്താവെ ഈ കാറ്റും കോളും മാറ്റി ഒരു കർത്താവെ ശാന്തമായ അന്തരീക്ഷം തരുമെന്നുള്ള പ്രത്യാശയോടെ ഓരോ ദിവസവും ജീവിക്കാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ ഞങ്ങളുടെ 2 സംഘടനയെയും നിന്റെ പാദത്തിൽ വെക്കുന്നു ദൈവമേ. ഞങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളെയും നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ അംഗത്തെയും കർത്താവെ സെൻസ് ഓഫ് മിഷൻ ഉള്ളവരാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ ഞങ്ങളെ കർത്താവെ മറ്റുള്ളവർക്ക് വേണ്ടി ഞങ്ങളെ ഈ ലോകത്തിലേക്ക് അയച്ചത് ഞങ്ങളുടെ മാത്രം കാര്യങ്ങൾ നോക്കുവാനല്ല, മറ്റുള്ളവർക്ക് വേണ്ടി ഞങ്ങളാലാവുന്നത് ചെയ്യുവാനാവും. സമസൃഷ്ടങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യുവാന് കർത്താവെ ദൈവമേ അതിനു വേണ്ടിയാണ് ഞങ്ങളെ കൂട്ടിവരുത്തിയിരിക്കുന്നുള്ള ചിന്ത ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ ഞങ്ങളുടെ ഇന്നത്തെ കർത്താവെ ദൈവമേ ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം അഡ്രസ്സിംഗ് സോഷ്യൽ ഇൻജസ്റ്റിസ് ഇൻ അവർ കമ്മ്യൂണിറ്റീസ് എ കോൾ ടു ആക്ഷൻ എന്നതാണല്ലോ കർത്താവെ. എത്രയോ അർത്ഥവത്തായ വിഷയം ദൈവമേ. അത് കർത്താവെ പകർന്നു തരുവാനായിട്ട് അത് ഞങ്ങൾ ഒരുമിച്ച് ചിന്തിക്കുമ്പോൾ അതിനെക്കുറിച്ച് കർത്താവെ ഞങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി തരുവാനായിട്ട് കർത്താവെ കർത്താവെ ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട മിസ്റ്റർ മനോജ് എബ്രഹാം IPS സാറിനെ കർത്താവെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. നിന്റെ മകനിലൂടെ നീ സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ മകനെ കർത്താവെ എടുത്ത് ഉപയോഗിക്കുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രവർത്തന മേഖലയിലും നിന്റെ അനുഗ്രഹം കൂടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ മകനിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ കർത്താവെ. ദൈവമേ ലോകത്തെ കള്ളവും കാപട്യവും അനീതി നിറഞ്ഞൊരു ലോകത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങൾ സംഘടനയായിട്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെയും കർത്താവെ കൂടി വരുമ്പോൾ ദൈവമേ ഞങ്ങൾക്ക് ഇതിനൊക്കെ എതിരായിട്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യാം?
എന്നുള്ളത് കർത്താവെ നീ ഇതിന്റെ മാനിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണം എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ കുടുംബമായിട്ട് ഇതിന്റെ മാനെ നീ അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ കർത്താവെ ഇന്ന് കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും നിന്റെ പാദത്തിൽ സമർപ്പിക്കുന്ന കർത്താവെ. ദൈവമേ അത് കർത്താവെ YMCA പ്രസിഡന്റ്, ബോർഡ് മെമ്പേഴ്സ്, YWCയുടെ കർത്താവെ പ്രസിഡന്റ്, ബോർഡ് മെമ്പേഴ്സ് എല്ലാവരെയും നിന്റെ കയ്യിലിരിക്കുന്ന കർത്താവെ. ഓരോ സംഘടനയുടെയും പ്രവർത്തനങ്ങളെ ഏറ്റവും അനുഗ്രഹമായി കൊണ്ടുപോകുവാൻ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ കുറവുകളും കുറ്റങ്ങളും ഓർക്കാതെ നീ ഞങ്ങളെ സ്നേഹിക്കുന്നതിനായിട്ട് സ്തോത്രം. ഓരോ ദിവസവും കർത്താവെ കാത്തുപാലിക്കുന്ന വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം കർത്താവെ. ദൈവമേ കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും നിന്റെ പാദത്തിൽ സമർപ്പിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ കൂടി വരവേ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ. ഇനിയുള്ള ദിവസങ്ങളിൽ നിന്റെ സാന്നിധ്യം ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കർത്താവെ പല ഭവനങ്ങളിൽ ഇരുന്ന് കർത്താവെ ദൈവമേ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുകയാകുന്നു കർത്താവെ. ഞങ്ങളുടെ മധ്യത്തിൽ അവിടുന്ന് എഴുതി ഞങ്ങളെ നിലവിളി കേട്ടുകൊണ്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം സ്തോത്രം കർത്താവെ. ദൈവമേ ഒരിക്കൽ കൂടെ ഞങ്ങൾ കർത്താവെ ഞങ്ങളെ തന്നെ നിന്റെ ഭാഗത്തിൽ സമർപ്പിക്കുന്നു. കുറവുകൾ ക്ഷമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൂടുതലായിട്ട് പ്രവർത്തിപ്പാൻ നീ അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുന്ന് നല്ല നിലവിളി കേട്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. സർവ്വവും യേശു നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. ആമേൻ. ട്രിവാൻഡ്രം YWCയുടെ റിലീജിയസ് പ്രോഗ്രാം കമ്മിറ്റിയുടെ കോ ചെയർപേഴ്സൺ ശ്രീമതി അന്നമ്മ മാത്യു ഇപ്പോൾ വേദപുസ്തക ഭാഗം വായിക്കുന്നതാണ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കാം. ഓക്കെ. അതിന്റെ ശേഷം യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് യേശു യെരുശലേമിലേക്ക് പോയി. യെരുശലേമിൽ ആട്ടുവാതിൽക്കൽ ബേത്സേദ എന്നൊരു എബ്രായ പേരുള്ള ഒരു കുളമുണ്ട്. അതിന് 5 മണ്ഡപമുണ്ട്. അവയിൽ യാതിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. അതത് സമയത്തെ ഒരു ദൂതൻ കുളത്തിൽ ഇറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ചു കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറെ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുൻപായി ഇറങ്ങുന്നു എന്നുത്തരം പറഞ്ഞു. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കയെടുത്ത് നടന്നു. ഇപ്പോൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നതിനായി YWCA ഫിനാൻസ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ലിസി തോമസിനെ ക്ഷണിക്കുന്നു. ശ്രീമതി ലിസി തോമസ് പ്ലീസ്. അൺമ്യൂട്ട് ചെയ്യണം. അത് കാണുന്നു. എനിക്ക് ഇതിൽ കാണുന്നുണ്ട്. അന്നേരം അവർ കാണും. ലിസി തോമസ് മാഡം ഇപ്പോഴും മ്യൂട്ടഡ് ആണ്. അൺമ്യൂട്ട് ചെയ്യണം. ലിസി തോമസ് കിട്ടുന്നില്ലേ? ഹലോ ലിസി. ലിസി തോമസ് മാഡത്തിന്റെ മൈക്ക് ഓൺ ആക്കണം. ഓഫ് ആണ് ഇപ്പോഴും. ഷാജി അല്ലെങ്കിൽ മറ്റേ ഡിസേബിൾ ചെയ്യേ. മുമ്പേ ചെയ്തപോലെ എല്ലാവരും ചെയ്യണ്ട. കംപ്ലീറ്റ് എല്ലാവരും ഓപ്പൺ ചെയ്യും. ഷാജി എല്ലാവരും എല്ലാവരും ഓപ്പൺ ചെയ്യും. എല്ലാം ഓപ്പൺ ആണ് ഇപ്പോഴും. മാഡം അത് പ്രസ് ചെയ്താൽ മതി. ഓഡിയോയുടെ അവിടെ നിന്ന് പ്രസ് ചെയ്താൽ മതി ഷാജി. പിന്നെ ലിസി, ആ റെഡ് വരെയുണ്ടല്ലോ. ശ്രീമതി ലിസി തോമസ് പ്ലീസ്. ലിസി തോമസിന്റെ മൈക്ക് ഓൺ ആകുന്നില്ല. എന്താണെന്ന് അറിയില്ല. ഓഡിയോ മ്യൂട്ടിലാണ് സ്റ്റിൽ. ലിസി അതൊന്നും അൺമ്യൂട്ട് ചെയ്യാ, ഒന്ന് പ്രസ് ചെയ്താൽ മതി. കേൾക്കാൻ പറ്റുന്നില്ലല്ലോ.
ലിസി പറയുന്ന ഒന്നും കേൾക്കുന്നില്ല. ലിസി പറയുന്നത് കേൾക്കുന്നില്ല. ഇല്ല, ഇപ്പോഴും വീഡിയോ ഓഫ് ആയിട്ടിരിക്കുകയാണ്. വീഡിയോ അല്ല, ഓഡിയോ ഓഫ് ആയിട്ടിരിക്കുകയാണ്. ഓഡിയോ ഓഫാണ്. അതെന്തെങ്കിലും അവിടെ തന്നെ ചെയ്തെങ്കിലേ പറ്റുള്ളൂ. ലിസിയാന്റിയുടെ അവിടെ തന്നെ ലിസി ഒന്ന് ക്ലിക്ക് ചെയ്താലും മതി അവിടെ. ലിസിയാന്റി അവിടെ ഇപ്പൊ ഓക്കെ 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 പറയൂ പറയൂ പറയൂ. ശരിയായല്ലോ? ശരിയായി. ശരിയായി. ഓക്കെ പ്ലീസ്. YMCA President Sri James Joseph, YWCA President ശ്രീമതി നീന തോമസ്, ഇന്നത്തെ നമ്മുടെ മുഖ്യ അതിഥി ബഹുമാനപ്പെട്ട ADGP ശ്രീ മനോജ് എബ്രഹാം IPS, YMCA Spiritual Committee Chairperson Chevalier Dr. Kochiyam George, YWCA Religious Committee Chairperson ശ്രീമതി ക്ഷേമ ജോർജ്, വന്നിയ വൈദിക ശ്രേഷ്ഠരെ, ഇതിൽ സംബന്ധിക്കുന്ന YMCA YWCA അംഗങ്ങളെ, എല്ലാവർക്കും ഈ 3-ാം ദിവസത്തെ പ്രാർത്ഥനാ മീറ്റിംഗിലേക്ക് സ്വാഗതം. നമുക്ക് ചുറ്റും നടക്കുന്ന സോഷ്യൽ ഇൻജസ്റ്റിസിനെ പറ്റി അവലോകനം ചെയ്ത് അതിന് എന്ത് ആക്ഷൻ എടുക്കാൻ സാധിക്കും എന്ന വിഷയത്തെ ആസ്പദമാക്കി നമ്മോട് സംസാരിക്കുവാൻ ഇന്ന് നാം ക്ഷണിച്ചിരിക്കുന്നത് ADGP ശ്രീ മനോജ് എബ്രഹാമിനെയാണ്. YMCA YWCA അംഗങ്ങളെ പ്രതിനിധീകരിച്ച് അദ്ദേഹത്തെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തു വരുന്നു. ശ്രീ മനോജ് എബ്രഹാം IPS തന്റെ ADGP പദവിയോടൊപ്പം കേരള പോലീസ് സൈബർ കോമിന്റെ നോഡൽ ഓഫീസറായി ട്രാഫിക് ആൻഡ് റോഡ് സേഫ്റ്റിയുടെ അഡീഷണൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് അതിന്റെ ചുമതലക്കാരനായും തന്റെ പ്രവർത്തന മേഖല മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. 1994 കേരള കാഡറിൽ IPS ഓഫീസറായി ജോയിൻ ചെയ്തു. ഫസ്റ്റ് ASP ആയി അടൂരും പിന്നെ കാസർഗോട്ടും ഇരുന്നിട്ടുണ്ട്. 7 വർഷക്കാലം കമ്മീഷണർ ഓഫ് പോലീസായി സേവനമനുഷ്ഠിച്ചു. 2014 മുതൽ 2019 വരെ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് എന്ന ഔദ്യോഗിക പദവിയിലായിരുന്നു. ഇപ്പോൾ ഇവിടുത്തെ ADGP ആയി പ്രവർത്തിക്കുന്നു. വിശിഷ്ട സേവനത്തിന് ഈ കാലയളവിൽ ധാരാളം അവാർഡുകളും അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. സമയം ദീർഘിപ്പിക്കാതെ അവയിൽ ചിലത് മാത്രം ഞാൻ എടുത്തു പറയട്ടെ. വൊക്കേഷണൽ എക്സലൻസ് അവാർഡ് ഫ്രം റോട്ടറി ഇന്റർനാഷണൽ, മാൻ ഓഫ് ദി ഡെക്കേഡ് അവാർഡ് ഫ്രം പീപ്പിൾസ് ഫോറം കൊച്ചിൻ, പ്രസിഡന്റിന്റെ പോലീസ് മെഡൽ, സോഫ്റ്റ് തിരുവനന്തപുരം എന്ന പ്രോജക്റ്റിനുള്ള 2017 സ്പെഷ്യൽ അവാർഡ്, ചൈൽഡ് പ്രൊട്ടക്ഷന് വേണ്ടി പല പ്രോഗ്രാംസും പല പ്രോജക്ട്സും എക്സിക്യൂട്ട് ചെയ്തതിന് 2019 അവാർഡ് കരസ്ഥമാക്കി. പിന്നെ അവാർഡ് ഫോർ പ്രിവെൻഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് സൈബർ ക്രൈം ആൻഡ് സൈബർ സെക്യൂരിറ്റി. ഇങ്ങനെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. കൂടുതൽ പറഞ്ഞാൽ സമയം ഒത്തിരിയാകും. ഇന്നത്തെ പേപ്പറിൽ കേരള മാനേജ്മെന്റ് അസോസിയേഷന്റെ ഈ വിഷയത്തെ ടെക്നോളജി ലീഡർഷിപ്പ് പുരസ്കാരം ശ്രീ മനോജ് എബ്രഹാമിന് ലഭിച്ചതായി ഇന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. സൈബർ ഡോം തലവനായ അദ്ദേഹം മിസ്സിംഗ് ആൻഡ് എക്സ്പ്ലോയിറ്റഡ് ചിൽഡ്രന് വേണ്ടി ധാരാളം കാര്യങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ COVID-19 പ്രവർത്തന മേഖലയിൽ ലീഡ് റോൾ എടുത്ത് പ്രവർത്തിക്കുന്നു. ടെലിമെഡിസിൻ ആപ്പ്, യോഗ ആപ്പ്, ഓൺലൈൻ ഹാക്കത്തോൺ കോമ്പറ്റീഷൻ, ഹാൻഡ് വാഷ് ഡാൻസ് ബൈ പോലീസ്മെൻ എന്നിവയും ഫീഡ് ദ ഓൾഡ് ആൻഡ് സിംഗ് ടു ദി ആങ്ഷ്യസ് എന്നൊരു പ്രോഗ്രാമും ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇതിലൊക്കെ ഉപരിയായി ഇദ്ദേഹം തികഞ്ഞ ഒരു ദൈവവിശ്വാസിയാണെന്നുള്ള കാര്യം ഞാൻ എടുത്തു പറയട്ടെ. അങ്ങനെയുള്ള ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയെ ഇന്ന് നമുക്ക് മുഖ്യാതിഥിയായി ലഭിച്ചത് സന്തോഷകരം തന്നെ. വിശ്വാസത്തിലൂടെ സോഷ്യൽ ഇൻജസ്റ്റിസിനെ നേരിടാൻ എങ്ങനെ സാധിക്കുമെന്ന് അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. ശ്രീ മനോജ് എബ്രഹാം IPSനെ സാദരം ഈ മീറ്റിംഗിലേക്ക് ഒന്നുകൂടി സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികർക്കും പ്രത്യേക സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. ഈ പ്രാർത്ഥനാ മീറ്റിംഗ് ഓരോരുത്തരുടെയും സാന്നിധ്യം കൊണ്ട് വിജയകരമാക്കുവാൻ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ YMCA YWCA അംഗങ്ങളെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു മാം. ഇന്ന് നമുക്ക് മുഖ്യ സന്ദേശം നൽകുന്നത് ADGP മനോജ് എബ്രഹാം IPS അവറുകളാണ്. അദ്ദേഹത്തെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട മാത്യോൺ അച്ഛനിലും മറ്റ് അച്ഛന്മാരിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു
നല്ല ക്രിസ്തീയ സാക്ഷ്യം നിർവഹിക്കുന്ന ഒരു പോലീസ് ഓഫീസറാണ് അദ്ദേഹം എന്നതാണ്. അദ്ദേഹത്തെ ഇന്ന് നമുക്ക് ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്, നമ്മുടെ ഭാഗ്യമാണ്. വളരെ ആദരപൂർവം ഇന്നത്തെ സന്ദേശത്തിനായി ശ്രീ മനോജ് എബ്രഹാം സാറിനെ ആദരപൂർവം ക്ഷണിക്കുന്നു. പ്രൈസ് ഗോഡ്. ദൈവനാമത്തിൽ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആദ്യമായിട്ട് ഈ ഒരു ടോക്ക് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു താഴ്മയോട് ഒരു സമർപ്പണം പറയട്ടെ. എനിക്ക് മലയാളത്തിൽ ഇങ്ങനെ ഒരു പ്രസംഗം നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും, അതുകൊണ്ട് കൂടുതൽ ഇംഗ്ലീഷിലായിരിക്കും സംസാരിക്കുന്നത്. മലയാളി ആയാലും ഹൈദരാബാദിൽ പഠിച്ചുകൊണ്ട് ഇങ്ങനത്തെ ഒരു പ്രസംഗം മലയാളത്തിൽ നടത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ മലയാളത്തിൽ കൂടുതൽ ഇംഗ്ലീഷിൽ പറഞ്ഞ് ഇടയ്ക്ക് എവിടെയൊക്കെ മലയാളത്തിൽ സംസാരിക്കാൻ സാധിക്കും അത് ഞാൻ പറയാം. ആദ്യമായിട്ട് ഈ ഒരു വേൾഡ് YMCA വീക്ക് ഓഫ് പ്രയർ അതിൽ എന്നെ ക്ഷണിച്ചതിലും ഇങ്ങനത്തെ ഒരു അവസരം തന്നതിലും വളരെ താഴ്മയോടെ ഞാൻ ഇരിക്കുന്നു. ഏത് നാമത്തില്, ദൈവനാമത്തില്, wherever I get an opportunity to talk of God or the King of Kings, it's a great opportunity. And it is really a privilege because എൻ്റെ ഇപ്പം ഇൻട്രഡക്ഷൻ പ്രസംഗത്തിൽ തന്നെ കുറെ കാര്യങ്ങൾ പറയുകയുണ്ടായി. ഞാൻ തന്നെ അത് നോക്കിയിട്ട് വിചാരിക്കുകയെന്ന്, ഒരു കഴിവും ഇല്ലാത്ത എന്നെ ഇത്രയും ഉയർത്തിയ ദൈവത്തിന് പിന്നെ നന്ദി പറയാതല്ലാതെ വേറെ ഒന്നും പറയാനില്ല. ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു അവസരത്തിന് വേണ്ടി, ഇങ്ങനത്തെ ഒരു ഓണറിന് വേണ്ടി പ്രത്യേകം ദൈവത്തിനോട് നന്ദി പറയുന്നു. നമുക്ക് ഇന്നത്തെ ഒരു തീം ഇവിടെ കൊടുത്തേക്കുന്ന വളരെ റെലവെന്റ് ആയ, വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു തീം, സോഷ്യൽ ഇൻജസ്റ്റിസ്. ഹൗ ഡു വി അഡ്രസ് സോഷ്യൽ ഇൻജസ്റ്റിസ് ആസ് ക്രിസ്ത്യൻസ് ആൻഡ് വാട്ട് ഈസ് ദ കോൾ ഫോർ അവർ ആക്ഷൻ? നമുക്ക് എന്തൊക്കെ ഇതിനകത്ത് ചെയ്യാൻ സാധിക്കും? അങ്ങനത്തെ ഒരു ടോക്കിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്കിപ്പോൾ അറിയാം, the present world that we are living in is basically a very strange times that we are living in. We know COVID has really affected the system of basic survival. If you open the papers, newspaper തുറന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണുന്ന ടൈംസ് ഓഫ് ഇൻജസ്റ്റിസ്, ഡിവിഷൻ, ഇനീക്വാലിറ്റീസ്, റേസിസം. ഏത് പേപ്പർ എടുത്തു കഴിഞ്ഞാലും, ഏത് ന്യൂസ് പേപ്പറിൽ പോയി കഴിഞ്ഞാലും നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റും. ഇപ്പോഴത്തെ റീസെന്റ് എലക്ഷൻസ് ഇൻ US എടുത്തു കഴിഞ്ഞാൽ, US നമുക്കറിയാം ഏറ്റവും ഡെവലപ്ഡ് കൺട്രിയാ, എക്കണോമിക്കലി ഏറ്റവും ഡെവലപ്ഡ്, ഏറ്റവും കൂടുതൽ എഡ്യൂക്കേഷൻ ഉള്ള ഒരു കൺട്രിയാണ്. പക്ഷെ അവിടെയും it has been almost, the elections has divided the country into two distinct groups. യൂറോപ്പിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, the recent violent incidents in various countries of Europe, the divisive rhetoric all around the globe has really brought us to the fact that actually the world is very confused, fearful and hurting. ഇന്ത്യയിലെ കാര്യം എടുത്തു കഴിഞ്ഞാലും നമുക്കൊരു സെയിം ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. ടോട്ടൽ ഡിസ്ക്രിമിനേഷൻ. നമ്മുടെ എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ട്, ഗ്രോത്ത് ഉണ്ട്, പക്ഷെ ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ റിലിജിയൻ, കാസ്റ്റ്, എത്നിസിറ്റി, ക്രീഡ് ഇതെല്ലാം കൂടിയിട്ടുണ്ട്. അപ്പൊ ആക്ച്വലി our world is totally broken and divided and yearning for love and unity. That is what we are lacking. Now, looking at the Bible, what does the Bible say about this problem? നമുക്ക് അതാ important as Christians. It is so important what the Bible says about social inequality or equality as such. ഇപ്പോഴും what I believe is Bible is the book of all answers. Some people say that Bible is no longer a relevant book, it's an outdated book. But what we need to understand is that still in today's world, one of the most relevant books available. The word of Lord is still one of the most relevant things. അപ്പൊ ഈ ബൈബിളിനകത്ത് വേണം പോയിട്ട് വായിച്ചിട്ട് വേണം നമ്മുടെ കോൾ ഫോർ ആക്ഷൻ, അല്ലെ ഇത് എങ്ങനെയാണ് നമ്മൾ നേരിടേണ്ടത്, ഒരു ക്രിസ്ത്യാനി ഇതിനെ എങ്ങനെയാണ് നേരിടുന്നത് നമ്മൾ മനസ്സിലാക്കണം. So what is the role of a Christian in handling this problem? Are we paying attention to what is happening in the world? Are our hearts also breaking for the hearts that are fearful and broken? So are we handling this racialism problem or this discrimination or this social inequality based on different colors of the skin, ethnicity, etc.? Are we really handling that?
Now, if we look at the Bible says that we are of one human race. We all know, if we go to Genesis 1, we all understand that God created all men in his own image. He first created Adam, and we are all descendants of Adam. That means we are all of one race, that is the human race. Hence, any discrimination based on any race, caste, creed, or religion is not based on the principles of the Bible. It is against the principles of the Bible. We are all one race, and that's the human race. And we also need to understand that Christianity as such, or the word Christianity, it's not a religion. And Jesus Christ is not a local God. He is actually the creator of all men. He is the creator of the universe. He is the creator of the sun, the moon, the stars. He is actually the CEO of the universe. He is the God of all men, actually. And therefore, we understand that even before we were created, God was there. And he will be there even after that we are there. Now, looking at the Bible, I just want to say a few things on understanding that God did not accept any social injustice. Bible നമുക്കറിയാം, ഒരു നാമാൻ എന്ന് പറഞ്ഞ ഒരു Syrian general ഉണ്ടായിരുന്നു. He was a very famous story of Naaman having leprosy, and then he coming to Elisha, and Elisha telling him to go and dip himself 7 times in the Jordan, and he was healed. അന്നത്തെ ഫസ്റ്റ് വേർഡ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 2 Kingsന്റെ 5:1 ഫസ്റ്റ് വേർഡ്സ് എടുത്തു കഴിഞ്ഞാൽ അത് എഴുതിയിട്ടുണ്ട്, നാമാൻ the commander of the army of king of Aram was a great man and in high favor with his master, because by him the Lord had given victory to Aram. ആ വേർഡിന്റെ പ്രത്യേകത എന്താ പറയുന്നത്, നാമാന് ദൈവം ആരാന്ന് പോലും അറിയത്തില്ല. ദൈവം, ഈ ഇസ്രായേലിന്റെ ദൈവം ആരാന്ന് പോലും അറിയത്തില്ല. പക്ഷെ ദൈവം നാമാന് വിക്ടറി ഓവർ വിക്ടറി കൊടുത്തു. He had victory over victory, even Israel, without even Naaman knowing who God is or praying to him or worshipping him. God gave him victory. So even a Syrian general was considered one of the favorites of the Lord. So the favor of the Lord is upon everyone that he pleases. Now people have a doubt. In the Old Testament, we say that God favored the Israelites only. When you compare them with Egyptians or anybody else, God will always say that Jews are his people, Israelites are his people. But when we come to the New Testament, the whole situation changes. The Bible says that whoever believes in Jesus and is baptized in his name becomes a child of God. In the Old Testament, it is basically God's people. But when you come to the New Testament, it's a child of God. It changes. And whoever believes, it can be African, it can be a black man, it can be a scheduled caste man, whoever believes in Jesus, it becomes a child of God. So basically, all people are equal before God. He is the God not of some people. He is not the God of one country. He is not the God of one religion. He is the God of all nations, all people. And what did Jesus do when he was, after 3 days, when he was resurrected and he was going up to heaven? His final instruction to his disciples was, go to the ends of the earth and preach the gospel to everybody and to spread the good message. So it is to everybody. He did not give any limitation that you need to do it only for a few individuals. You have to go to all the people in the world and preach the good gospel to all the people, which clearly shows that God gives equal respect to all people. Now, as followers of Christ, we have a very special role. As Christians, as followers of Christ, we have a very special role to play in this world where social injustice has become so very important. Firstly, we need to have the heart of Christ, the mind of Christ, where our heart also troubles when we see some injustice or social injustice happening, or racialism being spread, or the society being divided on caste, on creed lines, etc. We need to grieve with those people. Now the answer lies in the all-conquering weapon of the love of God. Now Christianity is a very strange religion. It's actually the religion of love. The Bible is the book of love. God talks of only his love. And his love is a very unconditional love. It doesn't change. It has no limitations. It is not conditional in the sense that if you love God, then only he will love you. It's a totally unconditional love. God's love is all-powerful love, and it conquers everything.
It brings forth healing. It brings forth unity, reconciliation that only God can give. So as God's children, we also need to spread that love. We need to stand for change. We need to bring a change in our behavior and to deal with all these problems in the right form as we need to do. So the correct Christian response is actually the response of love. Love towards all human beings, irrespective of caste, creed, religion, race, or whatever you say. Now, what can we do? What is the call for action? What does the Christian reaction is to something that is happening? The first and the most important thing is to open your Bible and pray. Now, prayer is a very powerful weapon. Most of we don't understand that prayer is a weapon or anything. We think of agitations, we think of strikes in the world over. Now the reaction of Christians also is to go on strike, to go on various agitations, get on the road, do something that is up to the standards of the world. But that is not the first thing. As a Christian, first thing is to open your Bible and pray, because prayer has great strength. Firstly, we need to pray for the brokenhearted. We need to pray for all those people who are suffering from all these social injustice. And we need to comfort them, and we need to talk to God saying that you love them, you comfort them because they are brokenhearted in the present situation. Then we need to pray that God will remind us of what we are and how we should respond. We should not go on our own things saying that this is what I will do, or this is how I will respond to the problem. No, we need to first seek the guidance from our God on how we should respond to this problem, how we should handle this problem first of all. And then, of course, we need to pray that God gives us a sympathetic heart. Just seeing that and saying something on TV or just reading the newspaper and living that is not going to help. We need to really, our heart needs to really bleed for these people. Only then we can really react as God can react, because we are made in the image of our God. And so we should have a heart which really grieves and sorrows with such kinds of individuals. And then we, of course, we are ambassadors of Christ in this world. We should make a difference. We can't be like the world. We are ambassadors of Christ. We need to act. We need to live as Christ lived. We need to have the mind of Christ. We need to go and show to the world that we can win anybody by love, patience, and the mercy of Christ. So we need to be prepared, and we need to respond in love. All our response should be directed by the love that Christ showed. So we need to prove that we are true ambassadors of Christ in this world. So whether we are speaking with a broken-hearted person or another person in authority, we need to understand that we should have the heart of Christ in us, the mind of Christ in us, and every word that we speak or every action that we do, we should reflect that we are ambassadors of Christ. Now, when we are reminding ourselves of the Christian call to do justice, always God says that we should be just, we should be righteous. We should keep on reminding ourselves that all our actions, all the things that we say continuously through the Bible, we should be doing just things and righteous things. When we see somebody is oppressed or poor or somebody helpless on the road, we need to speak for them. We need to defend them rather than sitting silently or just not reacting to the problem as most of us do now. We need to really go and help them in their situation. Prayer is one thing, and then whatever we can do, which is there within our capacity to help them, within our resources to help them, that we should do, because the helping nature, the loving nature is one of the prerequisites of why Christ called us. So as his disciples, we have the responsibility to be his advocates. We need to be ambassadors of Christ. We need to show an example to the world that we can actually, with unity, kindness, and forgiveness, do what Jesus should have done. Now, on a few points of what we need to do in the present world to handle this social injustice that is there, we need to walk the talk. Walk the talk എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്ന കാര്യം നമ്മൾ കുറെ പേര് പ്രവർത്തിക്കുന്നില്ല. Now, പ്രവർത്തിക്കുന്നില്ലെന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന്റെ കുറെ മീഡിയംസ് ഉണ്ട്. Firstly, in the family. What are we doing in the family? നമ്മൾ വെളിയിൽ പോകുന്നതിനെക്കാട്ടിലും മുമ്പ് ആദ്യം
how we are bringing up our children, how we are dealing the members of our family, how we are handling the members in the family is a very important thing. How we are bringing up our children. Are we teaching them the right Christian principles? നമ്മുടെ കുട്ടികള് നമ്മുടെ ക്രിസ്ത്യൻ പ്രിൻസിപ്പിൾസിലാണെന്നോ വളരുന്ന നമ്മള് വളരെ അത്യാവശ്യമുണ്ട്. വെളിയിൽ പോയിട്ട് നമ്മള് നാട്ടുകാരെ നന്നാക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മുടെ വീടിന്റെ അകത്ത് നമ്മുടെ കുട്ടികൾ എങ്ങനെയാ വളരുന്നത്, അവര് ക്രിസ്ത്യൻ പ്രിൻസിപ്പിൾസ് എല്ലാം പാലിച്ചുകൊണ്ടാണ് വളരുന്നത്. ബിക്കോസ് ഒരു കുട്ടിയാണെങ്കിൽ the children learn from their parents, learn from the house. 70% of their education is within the house. They will be like your father and mother are. The child will be like that. So are we bringing them in the principles of the Bible or the laws of the Bible, or are they learning from the laws of the world? Because the laws of the world and the laws of the Bible are totally different. ലോകത്തിലാണ് നമ്മൾ വളർത്തുന്ന ബൈബിളിലാണ് വളർത്തുന്നത് എന്ന് നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം. Then is social discrimination. What are we teaching them? Whether we are teaching them that all human beings are equal? Because that is the opinion that matters. What we discuss in the household. നമ്മള് കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും കൂടെ ഇരിക്കുമ്പോ എന്തൊക്കെയാ ഈ സബ്ജക്റ്റിനെ പറ്റി സംസാരിക്കുന്നത്, ആ കാര്യങ്ങളൊക്കെ ആ കുട്ടി ഇന്നത്തെ ഒരു ആ children learn from what we are talking. So firstly, we need to teach our children that they should follow Jesus, all the laws that the Bible brings about. Secondly, very important fact is when we move out, how we treat our servants, how we treat our employees. Now for a police officer like me, how we treat our staff or the men under me. Police department നമുക്കറിയാം എല്ലാ ഒരു ഡിസിപ്ലിൻഡ് ഒരു ഓർഗനൈസേഷൻ ആയതുകൊണ്ട് ഭയങ്കര ഡിസിപ്ലിൻ ആയിട്ടാണ് ഞങ്ങൾ കൊണ്ടുവന്നത്. പക്ഷെ അന്തതും ഈ ട്രീറ്റ്മെന്റ്, how we treat our staff or how we treat our police officers is very important. Are we treating them with the mind of Christ? Because when we have love and discipline goes together. Some people think that ഈ ലവും ഡിസിപ്ലിനും രണ്ടും ഒന്നിച്ച് നടക്കത്തില്ല. അല്ലെ ഡിസിപ്ലിൻ ആണ്, സ്നേഹം ആവാൻ പറ്റത്തില്ല, നമ്മൾ കർക്കശനായിട്ട് നിൽക്കണം. പക്ഷെ ഇത് രണ്ടും കൂടെ കൊണ്ടുപോകാൻ സാധിക്കും. Discipline has to be maintained, but you can love your employees also. How are you handling your servants? If you don't handle your servant properly or your employees properly, and then you think that I'll go into the world and I'll sort out this problem of social injustice, it's not going to work. How we treat our employees and staff is also very important. We need to understand, we need to change our behavior there itself. As Christians, we have to show to the world that we are different from others, that we follow the Bible, that we follow Christ, that we spread the love of Jesus. So if we don't do that, as Jesus said, when he talked to the Pharisees, he said that they are double-minded people. They say something, but they do something totally different. So we need to practice what we are learning, what we are teaching. And thirdly, how do we respond to Jesus? Now, many of the people, when somebody comes in, when some guest comes into our house, how are we dealing with those people? When we are dealing with our neighbors, when we are dealing with our friends, what is the impression that we are giving them? Are we showing them the real Christian hospitality? Are we showing them the true nature of Christ's love? Or are we like the world who go around blabbering and gossiping and doing things which the Christian is not expected to do? So our dealing has to change, because then only our response to this social injustice will be correct. We need to do it in our house. We need to do it with our staff and servants. We need to do it with our community. And when we come into a community, we need to be examples for everybody. We need to show them that we treat every human being with dignity and respect. Then only people will understand that he's a true follower of Christ. Otherwise, we can never say we are Christians and our response is totally as per the world. We can't be like the world, because though we are living in the world, we are not in this world. We are to follow whatever Christ has told us. And then, of course, a very important fact of how we need to respond to the situation as Jesus has responded. Is our response to the problems as Jesus has responded, or are we totally different? We are responding like anybody in this world. Am I like any other police officer, or there is a difference in me? Do people find a difference in me because I follow Christ, because I follow the principles, because I have the mind of Christ?
So is there any difference between me and the other individual is the most important question. So we need to put that questions, how would have Jesus responded to the situation? Then we would get our arithmetics right. So that is one important thing. Then of course, being a police officer, we are in the system, the law is there. Now many people think that when we need to respond to something, we need to break the law. ഇപ്പൊ എന്തോ കാര്യത്തിൽ വേണ്ടി നമുക്ക് അജിറ്റേറ്റ് ചെയ്യണം, അല്ലെ സ്ട്രൈക്ക് ചെയ്യണം, അല്ലെ നമുക്ക് റോഡിൽ ഇറങ്ങിയിട്ടൊരു ഇപ്പം കുറെ ക്രിസ്ത്യൻ ഗ്രൂപ്പ്സും ഇപ്പം കുറെ ക്രൈസ്റ്റ് ഫോളോവേഴ്സ് ആണെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ പോയിട്ട് ചെയ്യുന്ന സമരം ചെയ്യുന്ന വേറെ ഒരു സമരത്തിന്റെ ടോട്ടലി സിമിലർ ആയിട്ട് ലോ ബ്രേക്ക് ചെയ്തുകൊണ്ട് അവരുടെ സംസാരം തന്നെ നമ്മൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മളെ ആരും കേൾക്കത്തില്ല, നമ്മുടെ ഒരു വോയിസും കാണത്തില്ല. ആർക്കുവേലും നമ്മുടെ ഒരു കാര്യങ്ങള് കേൾക്കണമെങ്കിൽ, നമ്മുടെ ഡിമാൻഡ്സ് കേൾക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ആയിട്ട് നമുക്ക് പോയിട്ട് ഒരു റോഡ് ബ്ലോക്ക് ചെയ്താലേ കാര്യം നടക്കത്തുള്ളൂ. പക്ഷെ the Christian reaction cannot be like this. We need to follow law because the Christ or Jesus said that we need to follow all law and respect all leaders, irrespective of how bad the leader is. And if the law is there, we need to follow laws. The Bible is a stark example that we need to follow all the laws. And we know we are staying in a democracy. There are different ways to do what we want to do. And so we can't be like the people of the world agitating in the streets, breaking the law. We need to be on the right side of the law. We can never break a law because that is not in the correct principles of being a Christian. Now, we can't be hypocrite. That is what hypocrite is basically a person who speaks something and he does something else. So being a Christian, we can't be a hypocrite. We have to do what we speak. We have to follow every principle in the Bible. And then only there is a difference between what we are. When people look at us, they should actually love the Lord. When people look at a Christian, they should actually get attracted to Jesus just by our lives. So that is the most important thing. When we live, when we go about our days, we need not go and preach the Bible to anybody. Just by looking at our life, നമ്മുടെ ജീവിതം കണ്ടിട്ട് വേണം അവർക്ക് മനസ്സിലാകേണ്ട ഇവരുടെ ദൈവം ഒരു ഡിഫറെന്റ് ദൈവമാണ്, ഇവരുടെ സ്നേഹം, ഈ ക്രിസ്ത്യൻ സ്നേഹം തന്നെ ഒരു ഡിഫറെന്റ് സ്നേഹമാണെന്ന് പറഞ്ഞാൽ അവര് തന്നെ റിയലൈസ് ചെയ്യണം അങ്ങനത്തെ ഒരു ജീവിതമാണെന്ന്. പിന്നെ the answer to everything, of course, is in the power of the prayer, as I mentioned earlier also. That prayer is the one-shot answer to everything. Prayer is powerful. Now, what I see in recent times, നമ്മൾ എല്ലാവരും ഒരു ഫീലിംഗ് ഉണ്ട് ഈ prayer നമ്മൾ routine ആയിട്ട് കുറെ prayer ചെയ്തിട്ട് വിടും, ഇതൊരു മോർണിംഗ് ഈവനിങ് എക്സസൈസ് ആയിട്ട് മാറും. പക്ഷെ prayer has real power. Even today, most of the people don't understand it. We need to understand the same God who divided the Red Sea or who brought down the Jericho walls is the same God that is there in this world right now. Our God has not retired. He has not become old. He is not on a walking stick right now. He is the same God. He is there. If he answered the prayers of Moses or Noah or David, he will answer my prayer also. He will answer your prayer also. And he will do the impossible. It is not that he had no limitations then in the Old Testament or New Testament. And now there is in this modern world, his powers are limited. He is the same God, and prayer still has a great effect. So many of, when I meet many of our people only who are followers of Christ only, I understand that they have lost the understanding that prayer is still as powerful as ever. God is still in the business of working miracles, answering prayers, keeping his promises. So we need to always keep on praying because prayer has its effect. Now coming to the last part of my speak on how God has called you to respond. There are many ways, as I said initially itself, these are some of the things that we can do in our family, in our behavior with others, in our dealing with the society. In praying, which is so very important. Prayer is the most important weapon that a Christian has. But there are other things. What is your plan of action? Now, when the topic also today is what action can you plan? YMCA or YWCA, the international body has given a plan of action considering the situation in the world.
So when we say also a call for action, it brings about something like we need to agitate or something. But as I mentioned earlier, we need to really work the plan of action. We need to ask God what we need to do. That's the first thing, because God answers prayer. Once you ask God, and what God says, following that is one of the best possible steps. The second step, as I earlier mentioned, is in our behavior. The social injustice comes from a human being like us. Who is doing the social injustice? It's a person who has been educated, who has been living in this world like us only. So we need to be examples for them. We need to first work out with the family, because as I mentioned earlier, the family is the future citizen of this world. If we teach our children well, they will be people who follow social justice in their entire lives as such. And then we move out into the community, into the people we are dealing with. In our church, we need to bring forth and make them understand that social justice is what Jesus taught. And we need to follow that with dealings with everybody. Our dealings should clearly show that we are for social justice for everybody. There can be no discrimination. We need to love all human beings. And there can be no discrimination because Christ did not give any discrimination to anybody. He welcomed all people of all classes, any clan, any color, into his fold. So whoever believes in him are his children. So when they are children of God, we can't have any social discriminations at all. Now, I told about the power of prayer, and we know that we have not enough people praying now. But prayer is a very important thing to heal the brokenhearted, and we need to do that. Now, many of you can do many things like many peaceful things like advocating in the courts, not going out and doing agitation or doing a roadblock. But if you have a legal profession, you can actually go and become an advocate. You can advocate in the courts, in the cases, free of cost for all these people. Many people are doing that. I'm not saying not many people are doing it, but many Christian advocates are going and filing cases in the high courts and in the Supreme Courts for all these reasons, for all the people who are marginalized, for all the people who are suffering from social injustice. If you have a professional law degree, you can do that. That's a very good measure to actually help the people who are actually suffering from social injustice. You can be a positive influence in your circle. You can teach if you are a member of a church, if you are a member of an organization, if you head a particular department, you can actually be a positive influence in that organization. You can be a leader. You can show the example that you need to love everybody. You need to treat everybody with that same hospitality as Christ did, with the same love that Christ can do. Then many of you are good writers. Many of you can write a letter or an article in a newspaper, or now on the social media, which is available to everybody. You can do anything and it reaches millions and millions of people. You can write a letter on the love of Christ and how we need to really fight this racialism, this social injustice in our society. You can do even by your financial blessings. All these organizations who are working on the field for doing something, many charitable organizations like the YWCA, YMCA, and many other organizations are actually doing many things in various tribal areas in North India, in various parts of the globe, in Africa. So we can actually give our financial blessings to them. We can actually donate to them so that their activities are strengthened. So that way also we can actually go and influence them in the greatest possible way. So we need to pray that the glory of God, as we seek to love each other, and we need to remember that Jesus loved us, and we need to pass on that same thing to the people that are there in the community. So let us finally get encompassed in this love. We need to understand that Christ loved us, and we need to transfer this love to the humanity, because our Master loved the world. And that is why he sent his only begotten Son to save us, not only us, but everyone who believes. So without distinctions, we need to love the world as Jesus did. So let this be our calling, our plan of action. Not what the world does, but to go out into the world and love as Jesus did. Be an example to everybody. And in these times, in these tumultuous times, in these times of coronavirus and all kinds of problems in this world, let us make a difference. Let us be an example to others. Let us spread the love of Jesus and show the world that we are different and that we speak the language of love.
So thank you once again for this opportunity, and let the peace and glory of God be with all of you. Thank you once again. Amen and thank you. Jesus Christ is the Lord of all races and whole universe. He is not only the God of Christians, but of all the peoples. Prayer is a very powerful weapon. Let's pray with a sympathetic heart, especially for the broken-hearted. We are ambassadors of Christ. Love and discipline should go together. Being a Christian, I should be different from others. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കണം. Thank you, sir, for your beautiful insights. We are very grateful to you. ഈ പ്രോഗ്രാമിന്റെ ഒരു പ്രധാന ഭാഗമാണ് പ്രാർത്ഥന. ഇപ്പോൾ ഓർഡർ ഓഫ് വേർഷിപ്പ് നയിക്കുന്നതിനായി YWC അംഗം ശ്രീമതി ലൈല ജോസിനെ ക്ഷണിക്കുന്നു. ഹലോ കേൾക്കാം. കേൾക്കാം. ലൈനിലേക്ക് ഇതിനകത്ത് കേറാൻ പറ്റുന്നില്ല. ഞാൻ വായിച്ചോട്ടെ. പിന്നെന്താ? ഓക്കെ, പ്ലീസ് ഗോ അഹെഡ്. പ്രാരംഭ പ്രാർത്ഥന. സ്നേഹസമ്പന്നനും നിത്യനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഒരു പകൽ കൂടെ അവിടുന്ന് ഞങ്ങളെ സൂക്ഷിച്ച് പരിപാലിച്ചു. ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രക്ഷിച്ചു. അവിടുത്തെ വലിയ ദയയ്ക്കായി ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വ്യത്യസ്തങ്ങളായ ജീവിത അനുഭവങ്ങളിലൂടെ ഞങ്ങൾ കടന്നുപോയെങ്കിലും ഇപ്പോൾ ഏകാഗ്ര മനസ്സോടെ ഈ പ്രാർത്ഥന കൂട്ടായ്മയെ സംബന്ധിക്കുവാൻ സഹായിച്ചതിനായി സ്തോത്രം. കർത്താവെ, ഈ പ്രാർത്ഥനാ വാരത്തിന്റെ 3-ാം ദിവസവും ഞങ്ങൾക്ക് തിരുസന്നിധിയിൽ തലകളെ വണക്കാനും പ്രാർത്ഥിപ്പാനും സഹായിക്കുന്ന കൃപകൾക്കായി വാഴ്ത്തുന്നു. ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ആവശ്യമായ ദൂതുകൾ നൽകി തരുന്ന വിലയേറിയ ദാസന്മാർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങളോട് സംസാരിച്ച ബഹുമാനപ്പെട്ട മനോജ് എബ്രഹാം IPS അവർക്കായി, അദ്ദേഹത്തിന്റെ എല്ലാ ഔദ്യോഗിക പ്രവർത്തനങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തീയ സാക്ഷ്യമുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ അങ്ങയുടെ മകനെ സഹായിക്കുന്നതിനായി സ്തുതിക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ ഈ കൂട്ടായ്മ ഏവർക്കും അനുഗ്രഹത്തിനും നന്മയ്ക്കും കാരണമായി തീരണമേ. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കണമേ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥന. കഷ്ടതയുടെയും രോഗത്തിന്റെയും പ്രതിസന്ധികളുടെയും മധ്യേ മടുത്തുപോകാതെ ദൈവഹിതം അന്വേഷിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പരീക്ഷകളിൽ വീണുപോകാതെ ശുചീകരണം പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ശത്രുവിനെ സ്നേഹിപ്പാൻ നീ കൽപ്പിച്ചു എങ്കിലും മിത്രത്തെയും പ്രിയപ്പെട്ടവരെയും പോലും സ്നേഹിക്കാൻ മനസ്സ് കാണിക്കാതിരുന്ന കുറവിനെ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് ഞങ്ങൾ ആത്മാർത്ഥതയോടെ ദേശത്തിനും രാജ്യത്തിനും ലോകത്തിനും വേണ്ടി പ്രാർത്ഥിപ്പാനും ഇന്ന് ഞങ്ങൾ നേരിടുന്ന ഈ വലിയ വിപത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഓർക്കുവാനും ഞങ്ങൾക്ക് ഇടയാക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മഹാമാരി മൂലം സംജാതമായിരിക്കുന്ന പുതിയ ലോകക്രമത്തിൽ പ്രത്യാശയുടെ കിരണങ്ങൾ അങ്ങയിൽ നിന്ന് സ്വീകരിപ്പാനും സാമൂഹിക അനീതികളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. സമർപ്പണ പ്രാർത്ഥന. പരമനാഥ, പ്രിയ യേശുവേ, സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനും ലഭിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്കായും സഹോദരങ്ങൾക്കായും ജീവിത പങ്കാളിക്കായും തലമുറയ്ക്കായും ഞങ്ങൾക്ക് ക്രിസ്തീയ പരിപോഷണം നൽകുന്ന സഭ, YMCA, YWCA തുടങ്ങിയ സംഘടനകൾക്കായും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാനും അനുസരണവും വിനയവും ക്ഷമയും ദൈവഭയവും ഉള്ളവരായി ജീവിപ്പാനും ലഭ്യമാകുന്ന നന്മകളിലൂടെ മറ്റുള്ളവരെ കരുതുവാനും തിരുവചനത്തെ സ്നേഹിപ്പാനും
ക്രമമായി പഠിക്കാനും പൂർണ്ണ ഹൃദയത്തോടെ അനുസരിപ്പാനും ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുവാനും ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധിയിൽ ജീവിപ്പാനും പാപം ചെയ്യാതിരിപ്പാനും കുറവുകളും കുറ്റങ്ങളും ഏറ്റുപറഞ്ഞ് കർത്താവിന് ഇഷ്ടമായ ജീവിതം നയിപ്പാനും ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങളുടെ സകല അപേക്ഷകളും തമ്പുരാൻ കർത്താവിന്റെ നാമത്തിൽ സമർപ്പിക്കുന്നു. കേട്ടുത്തരം അരുളണമേ. ആമേൻ. താങ്ക് യു മാഡം. ഇപ്പോൾ YWCA ട്രിവാൻഡ്രം YWCAയുടെ മെമ്പർ ആയിരിക്കുന്ന ശ്രീമതി സബീന പൊന്നച്ചൻ ഏവർക്കും കൃതജ്ഞത അറിയിക്കുന്നതാണ്. ശ്രീമതി സബീന പൊന്നച്ചൻ. Can you hear me? Yes. It is with great pleasure that I stand before you today on behalf of the YWCA to thank each one of you present here. I hereby thank the presidents of the YWCA and the for making this meeting of praise and worship a most wonderful event of the day. I thank you, sir, for the inspiring and motivational message delivered to us today that I'm sure will change our lives for the better. Thank you once again. The audience are the heart and soul of any function, and I thank each one of you present here today for your prayerful presence and patient listening. Last but not the least, I thank the choir for making these meetings so special through their melodious songs. I also thank the organizers and the Almighty for making this evening a memorable one. Thank you all once again. Thank you, madam. We thank you also. Thank you. നാളെയും കൃത്യം 7 മണിക്ക് 4ാം ദിവസത്തെ പ്രാർത്ഥന ആരംഭിക്കുന്നതാണ്. എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. നാളെ മുഖ്യ സന്ദേശം നൽകുന്നത് ഇന്ത്യൻ ആർമിയുടെ റിട്ടയർഡ് ലഫ്റ്റനന്റ് ജനറൽ തോമസ് മാത്യു PVSM AVSM ആണ്. എല്ലാവരെയും പ്രത്യേകം നാളത്തെ മീറ്റിംഗിനായിട്ട് ക്ഷണിക്കുന്നു. ഇപ്പോൾ സമാപന പ്രാർത്ഥനയും ആശീർവാദവും നിർവഹിക്കുന്നതിനായി റവറൻഡ് ഫാദർ പോപ്സൺ വർഗീസ് അച്ഛന് ഇപ്പോൾ ട്രിവാൻഡ്രം ട്രിനിറ്റി കോളേജിന്റെ അഡ്മിനിസ്ട്രേറ്ററായി പ്രവർത്തിക്കുന്നു. ബഹുമാനപ്പെട്ട പോപ്സൺ വർഗീസ് അച്ഛനെ സമാപന പ്രാർത്ഥനയ്ക്കും ആശീർവാദത്തിനുമായി ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാനിധിയായ ദൈവമേ, തിരുസന്നിധാനത്തിങ്കൽ അടിയങ്ങൾ കുമ്പിടുന്നു. തിരുനാമത്തിന് സ്തുതികളും സ്തോത്രങ്ങളും അർപ്പിക്കുന്നു. അടിയങ്ങളുടെ മേൽ കരുണ ചൊരിഞ്ഞ് അടിയങ്ങളെ അനുഗ്രഹിക്കുമാറാകുന്നേ. ദൈവമേ, നല്ല സന്ധ്യാസമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ലോകമെമ്പാടും YMCAയുടെയും YWCAയുടെയും നേതൃത്വം നടക്കുന്ന പ്രാർത്ഥനാ വാരത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ലോകമെമ്പാടും എല്ലാ ദൈവമക്കൾക്കും കൂടി വരുവാൻ തക്കവണ്ണം ഒരിക്കൽ മുഖാന്തരത്തെ ഓർത്ത് ദൈവമേ വീണ്ടും നിന്നെ ഞങ്ങൾ സ്തുതിക്കുക. പ്രത്യേകിച്ച് തിരുവനന്തപുരം YMCA YWCA അതിന് നേതൃത്വം കൊടുക്കുവാൻ തക്കവണ്ണം അവരെ പ്രാപ്തരാക്കിയതോർത്ത് ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. തിരുവനന്തപുരം YMCAയുടെ നേതൃത്വത്തിൽ അടിയങ്ങൾക്ക് കൂടി വരുവാൻ തക്കവണ്ണം ഈ സന്ധ്യ ഒരുക്കിയതിനായിട്ട് ദൈവമേ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. പ്രകൃതിക്ഷോഭങ്ങളും പകർച്ചവ്യാധികളും അനേകം ദുഃഖങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രതികൂല സാഹചര്യങ്ങളും നിറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ശാന്തമായി തിരുസന്നിധിയിൽ ഈ സന്ധ്യയിൽ ആയിരിക്കാൻ തക്കവണ്ണം ഞങ്ങൾ നീ സഹായിച്ച വൻകൃപകൾക്കായി ഒരിക്കൽ കൂടെ അങ്ങേ വാഴ്ത്തുന്നു. ദൈവമേ, ഞങ്ങൾക്ക് അനുഗ്രഹീതമായ സന്ദേശം നൽകുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ഒരുക്കി തന്ന പ്രിയപ്പെട്ട മനോജ് എബ്രഹാം സാറിനെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സംസ്ഥാനത്ത് അത്യുന്നതമായ പദവി അലങ്കരിക്കുന്നുവെങ്കിലും ദൈവത്തിന്റെ ഉത്തമ സാക്ഷിയായി അവിടുന്ന് വിളിച്ച് വേർതിരിച്ച് നൽകിയിരിക്കുന്ന വലിയ പദവിയെ ഓർത്ത് ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. കർത്താവെ, സംസ്ഥാന തലത്തിൽ മാത്രമല്ല സകല മനുഷ്യരുടെ മുമ്പിൽ ക്രിസ്തുവിനെ സാക്ഷിപ്പാൻ തക്കവണ്ണം കൂടുതലായി സാറിനെ അങ്ങ് പ്രാപ്തരാക്കണം. അങ്ങയിൽ നിന്ന് ലഭിച്ച എല്ലാ നല്ല വചനങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. കർത്താവെ, അതിൽ കൂടെ ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഈ പ്രാർത്ഥനയോട് സന്നിധരായിരിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരുടെ സാന്നിധ്യവും അവരുടെ പ്രാർത്ഥനയും ഈ യോഗത്തിന് ഏറെ അനുഗ്രഹകരമായിരുന്നുവല്ലോ
അവരുടെ എല്ലാ കാര്യവും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. സന്നിഹിതരായ എല്ലാ ദൈവമക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ കൂടിവരവ് അനുഗ്രഹത്തിനായിട്ട് തീർക്കണമേ. ഈ സന്ധ്യാസമയം തിരുസന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം അവർ കാണിച്ച വലിയ മനസ്സിനെ അങ്ങ് മാനിക്കണമേ. അവരുടെ ഭൗതികമായ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. YMCAയ്ക്കും YWCAയ്ക്കും നേതൃത്വം കൊടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹീതമായ നേതൃത്വത്തിലൂടെ നിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഉത്തരോത്തരം ശക്തി പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവമേ അങ്ങ് സഹായിക്കണമേ. ചെറുതും വലുതുമായ എല്ലാ പ്രവർത്തനങ്ങളും സൂക്ഷ്മതയോടെ ചെയ്യുവാൻ തക്കവണ്ണം കഴിവും പ്രാപ്തിയും ഓർമ്മശക്തിയും അവർക്ക് സമൃദ്ധമായി ചൊരിഞ്ഞു കൊടുക്കണമേ. ഇപ്പോൾ അടിയങ്ങൾ പിരിഞ്ഞു പോകട്ടെ. നാളെ കൂടി വരുവാണോ അവിടുത്തെ പരിശുദ്ധാത്മാവിൽ അങ്ങ് സൂക്ഷിക്കണമേ. ആയത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ടുത്തരമറിയണമേ. ആമേൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സമന്തു സഹവാസം നിങ്ങളെല്ലാവരുടെ മേലും കേട്ട വചനത്തിന്റെ മേലും അറിയിച്ച കർത്തൃദാസന്റെ മേലും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.